മക്കളെ, നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിൽ ഒരു ഡയറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡയറിയുടെ പേരാണ് പ്രേം കെ സിവ ആർ കുച്ച് നഹി. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എടുത്തതാണ്. ഇനി നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഒരു ഭാഗം എടുത്തു കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഭാഗമാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് മേം ശ്യാം അസ്പത്താൽ കെ ബാഹർ ചായ് പീനെ നികേലി. അവിടെ മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അതിന് മുമ്പ് നമ്മൾ ഇതുവരെ എടുത്തു ചോദിച്ചാൽ ഗായബ് ഹോ ചുക്കാത വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം ഫസ്റ്റ് ഭാഗം കാണുന്നവർ കുട്ടികൾ രണ്ട് ഭാഗവും നിർബന്ധമായിട്ട് കാണാം. ചില കുട്ടികൾ രണ്ടാമത്തെ ഭാഗം മാത്രം കാണുന്നവരുണ്ട്. രണ്ടാമത്തെ ഭാഗം മാത്രം കാണുന്നവർ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരിക്കും. പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണോ ആവശ്യമുള്ള ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ഇന്ന ചാപ്റ്റർ ഞാൻ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാപ്റ്ററുകൾ തന്നെ വീണ്ടും വീണ്ടും ആ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കിട്ടുന്നതാണ്. ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സായിട്ട് ആവശ്യമുള്ളത് എടുത്ത് പഠിക്കാം. ഓക്കെ. അപ്പോൾ നോക്കാം. മേം ശ്യാം अस्पताल के बाहर चाय पीने निकली, आंखें दुख रही थी, चाय वाले को कहा छोटे कप में चाय दीजिएगा. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി വരിയിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അയാൾക്ക് അടയ്ക്കാനുള്ള പൈസയിൽ 20 രൂപ കുറവായിരുന്നു. അതിനുവേണ്ടി അയാൾ വിഷമിക്കുന്നു കണ്ടപ്പോൾ ലേഖിക അയാൾക്ക് 20 രൂപ കൊടുത്ത് സഹായിച്ചു. ഫസ്റ്റ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ലേഖികയുടെ അനുജത്തി അതുപോലെ തന്നെ റിപ്പോർട്ട് വാങ്ങാൻ പിറ്റേ ദിവസം പോയതായിരുന്നു. ആ സമയത്ത് അവർക്ക് ഫോട്ടോ കോപ്പി കൂടി എടുക്കണമായിരുന്നു. അതിനുള്ള കാശ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാൺകുട്ടി പൈസ നൽകിയിട്ട് ലേഖികയുടെ അനുജത്തിയെ സഹായിക്കുന്നതാണ്. എന്നിട്ട് തിരിഞ്ഞ് അവരോട് നന്ദി പറയുന്നതിന് മുമ്പേ ആ കുട്ടി ആൾക്കൂട്ടത്തിലേക്ക് മറയുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി ബാക്കി നോക്കാം. മേ ശ്യാം അസ്പത്താൽ കെ ബാഹർ ചായ് പീനെ കെ നികലി. ഞാൻ വൈകുന്നേരം അസ്പത്താൽ കെ ബാഹർ ഹോസ്പിറ്റലിന് പുറത്ത് ചായ് പീനെ നികലി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നികൽന ഇറങ്ങുക. മേം ശ്യാം വൈകുന്നേരം, അസ്പത്താൽ കെ ബാഹർ ഹോസ്പിറ്റലിന് പുറത്ത്, ചായ് പീനെ നികലി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആകെ ദുഃഖി രഹീതി കണ്ണുകൾ ആകെ ദുഃഖത്തിലായിരുന്നു, ആകെ വിഷമത്തിലായിരുന്നു ലേഖിക. ചായ് വാലേക്കു കഹാ ചോട്ടെ കപ്പ് മേ ചായ് ദീജിയേഗ. അപ്പൊ ആ ചായ തരുന്ന ആ കടക്കാരനോട് പറഞ്ഞു ചോട്ടെ കപ്പ് മേ ചായ് ദീജിയേഗ, ചെറിയൊരു കപ്പിൽ മതി ചായ എന്ന് പറഞ്ഞു. ഉസ്നെ ബഡേ കപ്പ് മേ ചായ് ദേദി. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഉസ്നെ ബഡേ കപ്പ് മേ ചായ് ദേദി. അദ്ദേഹം വലിയ കപ്പിൽ തന്നെ എനിക്ക് ചായ തന്നു. ഭയ്യ ചോട്ടാ കപ്പ്. ഞാൻ വീണ്ടും പറഞ്ഞു സഹോദര, ചോട്ടാ കപ്പ് ചെറിയ കപ്പിൽ മതി. ഫിർസെ മേനെ കഹ. ഞാൻ വീണ്ടും പറഞ്ഞു. പിജിയനാ നിങ്ങളത് കുടിക്കൂ. കഹുക്കർ വഹ് കിസി സെ ബാത്ത് കർണേ മേ വ്യസ്ത് ഹോ ഗയ. നിങ്ങളത് കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കിസീസെ മറ്റാരോടോ ബാത്ത് കർണേ മേ വ്യസ്ത് ഹോ ഗയ മറ്റാരോടോ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിൽ മുഴുകി. വ്യസ്ത് ഹോന മുഴുകുക. അദ്ദേഹം മറ്റാരോമായിട്ട് സംസാരത്തിൽ മുഴുകിയിരുന്നു. മേനെ ചായ് പീലി. ഞാൻ ചായ കുടിച്ചു. ഫിർ വഹ് മേരി തര പലട്കർ ബോലി. പിന്നീട് അദ്ദേഹം എൻ്റെ നേരെ പലട്കർ തിരിഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ നേരെ തിരിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു കോയി അസ്പത്താൽ മേ അഡ്മിറ്റ് ഹേ ക്യാ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്ന് അദ്ദേഹം എന്നോട് എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു. മേനെ സോച്ചാക്കി മേരെ പീച്ചെ കോയി ഹോഗ. ഞാൻ ചിന്തിച്ചു എൻ്റെ പിന്നിലുള്ള ആരോടെങ്കിലും ആയിരിക്കും. മേരെ പീച്ചെ കോയി ഹോഗ, എൻ്റെ പിന്നിലുള്ള ആരോടെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ലേഖിക വിചാരിച്ചു. ഷായത് ഉസീസെ പൂച്ചാ രഹാ ഹോ. ഒരു പക്ഷേ അവരോടായിരിക്കാൻ ചോദിക്കുന്നത്, എന്നോടായിരിക്കില്ല. എൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, അവരോടായിരിക്കാൻ ചോദിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഉസ്നെ ഫിർ കഹ. അദ്ദേഹം വീണ്ടും പറഞ്ഞു. ആപ്സെ പൂച്ച് രഹാ ഹോ. നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. ആപ്സെ നിങ്ങളോട്, പൂച്ച് രഹാ ഹോ നിങ്ങളോട് തന്നെയാണ് ചോദിക്കുന്നത്. മേ ആപ്കോ ഹമേശ പഠത്താ ഹൂം, ബഹുത്ത് അച്ഛാ ലഗ്താ ഹൈ. മേനെ ഉസേ ശുക്രിയ കഹ.
മേ ആപ്കോ ഹമേശ ബത്താവോ, ഞാൻ നിങ്ങളെ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ബഹുത്ത് അച്ഛാ ലഗ്താ ഹെ. മേനെ ഉസേ ശുക്രിയ കഹ, ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. ഫിർ ചായക്കെ പൈസേ ദേനെ ലഗി, പിന്നീട് ഞാൻ ചായക്കെ പൈസ, ചായയുടെ പൈസ കൊടുക്കാൻ തുടങ്ങി. വഹ് ഹാത്ത് ബാന്ദ് കർ ഉസി തരഹ് ഖടാ രഹ, അദ്ദേഹം കൈകൾ ഹാത്ത് ബാന്ദ് കർ, കൈകൾ ബന്ധിച്ചിട്ട് ഉസി തരഹ് ഖടാ, അങ്ങനെ തന്നെ നിന്നു. ഞാൻ അദ്ദേഹത്തിന് ചായ കുടിച്ച കാശ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം കൈകൾ ബന്ധിച്ചിട്ട് അങ്ങനെ തന്നെ നിന്നു. പൈസ വാങ്ങിക്കാതെ കൈകൾ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ നിന്നു. ബഹുത്ത് സിദ് കർനെ കെ ബാദ് ബി ഉസ്നെ ബാന്ദേ ഹാത്ത് കുലേ രഹി. ബഹുത്ത് സിദ്ധ് കർണ, വളരെയധികം നിർബന്ധിക്കുക, സിദ്ധ് കർണ നിർബന്ധിക്കുക, വളരെയധികം നിർബന്ധിച്ചിട്ട് കൂടി ഉസ്കെ ബാന്ദേ ഹാത്ത്, അദ്ദേഹത്തിന്റെ ആ അടച്ച കൈകൾ അദ്ദേഹം ഗുലേ നഹി, തുറന്നില്ല. അടച്ച കൈകൾ അദ്ദേഹം തുറന്നില്ല. मैंने चाय के लिए उसे शुक्रिया कहा और अस्पताल के भीतर चली गई. ഞാൻ ചായ തന്നതിന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു, എന്നിട്ട് अस्पताल के भीतर चली गया, ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ഞാൻ പോയി. देखा अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിന്റെ ഉള്ളിലും ഹോസ്പിറ്റലിന്റെ പുറത്തുമുള്ള വ്യത്യസ്തമായിട്ടുള്ള ലോകം ഞാൻ കണ്ടു. അലഗ് എന്ന വ്യത്യസ്തമായിട്ടുള്ള ലോകം ഞാൻ കണ്ടു. अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में दौड़ा दौड़ा प्रेम, दौड़ी दौड़ी आत्मीयता और मनुष्यता बचाकर रही है. അഭാവം അതായത് ദാരിദ്ര്യം, ബീമാരി അസുഖം, ഗരീബി പറഞ്ഞാൽ അഭാവ് പറഞ്ഞാൽ ക്ഷാമം എന്നുള്ള അർത്ഥമാണ്. ഗരീബി പറഞ്ഞാൽ ദാരിദ്ര്യം, അഭാവ് ക്ഷാമം, ബീമാരി അസുഖം, അതുപോലെ തന്നെ ഗരീബി ദാരിദ്ര്യം, ദുഃഖം, ബീച്ച് ബി സാധാരണ ലോകരെ, ഇതിൻ്റെ എല്ലാം ഇടയിൽ, അതായത് ക്ഷാമവും രോഗവും ദാരിദ്ര്യവും ഇതിൻ്റെ ഒക്കെ ഇടയിൽ, ദുഃഖവും ഇതിൻ്റെ ഒക്കെ ഇടയിൽ എന്താണ്, ബീച്ച് ബി സാധാരണ ലോകോനെ അപ്പനെ ജീവന്മേ ദോടാ ദോടാ പ്രേം, സാധാരണ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സ്നേഹങ്ങൾ, ആത്മീയത, ഇതെല്ലാം മനുഷ്യത്വം, ഈ മനുഷ്യൻ ഒരു മനുഷ്യത്വത്തിൻ്റെ രൂപത്തിൽ മനുഷ്യത്വമായിട്ട് ഇവരല്ലാതെ ബജാക്കർ രഹിഹേ, അവശേഷിപ്പിച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഒരു മനുഷ്യത്വം ശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലേഖിക പറയുന്നത്. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. उन्हें देखते हुए सोचती हूँ, धरती में प्रेम सबसे ताकतवर है. അതൊക്കെ കാണുമ്പോൾ ലേഖിക ചിന്തിക്കുകയാണ്, ധർത്തി മേ പ്രേം സബ്സേ താക്കത്തവർ, ഭൂമിയിൽ സ്നേഹമാണ് ഏറ്റവും ശക്തിയുള്ളത്. ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ളത് എന്തിനാണ്? സ്നേഹത്തിനാണ്. പരസ്പര സ്നേഹം, മനുഷ്യത്വം, അതിനാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് എന്ന് ലേഖിക ചിന്തിച്ചു. യഹി ഇൻസാൻ കെ ഭീത്തർ സമർപ്പൺ ലാ സക്താ ഹെ और यही अतिरिक्त पाने के लालच उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको खत्म कर सकता है. इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. അപ്പോൾ ലേഖിക ചിന്തിക്കുകയാണ്, സ്നേഹത്തിനാണ് ഏറ്റവും ശക്തിയുള്ളത് എന്ന് ലേഖിക ചിന്തിക്കുന്നു. यही इंसान के भीतर समर्पण ला सकता है और यही अतिरिक्त पाने के लालच, അതായത് ഇൻസാൻ പറഞ്ഞ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? മനുഷ്യത്വം ഉണ്ടായിരിക്കണം. और यही अतिरिक्त पाने के लालच, അതുപോലെ തന്നെ മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യർ എന്ന് പറയുന്ന ലാലച്ച് പറഞ്ഞ കൊതി, അസൂയ, അത്യാഗ്രഹം, ലാലച്ച് പറഞ്ഞ അത്യാഗ്രഹം എടുക്കുക. യഹി അതിരിക്ത് പാനയ്ക്ക് ലാലച്ച്, എല്ലാം കൂടുതൽ നേടണം എന്ന അത്യാഗ്രഹം. ഉസ്കെ ലിയെ ഏക് ദൂസരെ പർ ഹംലെ, അതിനു വേണ്ടി ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുക, എനിക്ക് തന്നെ എല്ലാം വേണം, എനിക്കെല്ലാം നേടണം എന്നുള്ള അത്യാഗ്രഹവും.
ആ പിന്നെ അത്യാഗ്രഹം അത് എല്ലാം നേടാൻ വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുക. ഒരാൾ മറ്റൊരാളെ എന്ത് ചെയ്യുക? ആക്രമിക്കുക. ഹമല കർണ പറഞ്ഞ ആക്രമിക്കുക. ഏക് ദൂസരെ പർ അവിശ്വാസ്, ഒരാൾ മറ്റൊരാളെ അവിശ്വസിക്കുക. और हिंसा सबको खत्म कर सकता है. ഹിംസ ഇതെല്ലാം സബുക്കോ എല്ലാവരെയും എന്താണ്? ഖത്മ കർ സക്ത ഹൈ, അവസാനിപ്പിക്കുന്നു. ഇസ് ധർത്തി കോ പ്രേമ കെ സിവ और कुछ नहीं बचा सकता. ഈ ഭൂമിയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ശേഷിക്കുകയില്ല, മറ്റൊന്നും ബാക്കിയായിരിക്കുകയില്ല. സ്നേഹം മാത്രമാണ് ഇവിടെ ബാക്കിയാവുക, മറ്റൊന്നും. ഇനി എന്ത് തന്നെ ആക്രമണത്തിലൂടെ നേടിയാലും അത്യാഗ്രഹത്തിലൂടെ എന്ത് തന്നെ നമ്മൾ നേടിവെച്ചാലും അതൊന്നും നമുക്ക് എന്താണ് പറയുക, നേടിവെച്ച കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, അതിൽ യാതൊരു ഉറപ്പുമില്ല എന്നാണ് പറയുന്നത്. എന്താണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്? മനുഷ്യത്വം മാത്രമാണ് നമുക്ക് എപ്പോഴും ബാക്കിയാക്കി വെക്കാൻ സാധിക്കുന്നത്. നമ്മളത് പല കാര്യങ്ങളും അറിഞ്ഞതാണ് അല്ലേ. ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ എന്താണ്? എല്ലാം നഷ്ടപ്പെടും. എത്ര തന്നെ നമ്മുടെ സ്വത്തും മുതലും അതുപോലെ തന്നെ എന്ത് തന്നെ നമ്മൾ സമ്പാദിച്ച് വെച്ചാലും പണവും ഒക്കെ സമ്പാദിച്ച് വെച്ചാലും ഒരു പ്രളയത്തിൽ നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. അതല്ല അല്ലേ, എല്ലാം നമുക്ക് നഷ്ടമാവും. വീടായാലും സ്വത്തായാലും എല്ലാം നഷ്ടപ്പെടും. പക്ഷെ എന്തുമാത്രം നമുക്ക് ബാക്കിയായിട്ടുണ്ടാവും? മനുഷ്യത്വം അല്ലേ, മനുഷ്യത്വമാണ്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അറിയുന്നത് നമ്മൾ മനുഷ്യത്വം എന്താണെന്ന് നമ്മൾ ആ സമയങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഈ ചാപ്റ്ററിലൂടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യത്വമാണ് എന്നും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് എന്ന കാര്യമാണ്. ധർത്തി പർ പ്രേമക്കെ സിവാ കുച്ച് നഹീ ബച്ച സക്ത, സ്നേഹമല്ലാതെ മറ്റൊന്നും നമുക്കിവിടെ ബാക്കിയാക്കി വെക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മളുടെ ഈ ഡയറി കഴിഞ്ഞു. വളരെ നല്ലൊരു ഡയറി ആയിരുന്നു. ഇത് 2 പാർട്ടായിട്ടാണ് എടുത്തത്. 2 പാർട്ടും നിങ്ങൾ കാണണം. ഇത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ എല്ലാ ക്ലാസ്സും കിട്ടുന്നതാണ്. ഓക്കെ.